നമസ്തേ, ഡോക്ടർ ജെന്നിയാണ്. ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫോണിലൂടെ നടത്തിയൊരു കൺസൾട്ടേഷൻ്റെ ബാക്കിയാണ്. അതായത് ദീർഘകാലമായിട്ട് എനിക്ക് ഫോണിലൂടെ പരിചയമുള്ള ഒരാളാണ്. ഓൺലൈനായിട്ടുള്ള എൻ്റെ യോഗ ക്ലാസ്സിലൊക്കെ വർഷങ്ങളായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ രാവിലെ മുതൽ വല്ലാത്ത തലവേദനയുണ്ടായിരുന്നു. ഒരു കാരണം കാണുന്നൊന്നുമില്ല, പക്ഷേ ഒരു സുഖമില്ല, തലവേദനയുണ്ട്, തലയ്ക്ക് ഭയങ്കര ഭാരമുണ്ട്. ഇന്നലെ പകൽ മുഴുവൻ അങ്ങനെ തന്നെയായിരുന്നു. വൈകുന്നേരം സാധാരണ അവർ സാലഡ്സാണ് ഉപയോഗിക്കുന്നത്. വെജിറ്റബിൾ സാലഡ് കഴിക്കും, അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഫിഷോ അല്ലെങ്കിൽ മുട്ടയോ മറ്റോ കഴിക്കും. പക്ഷേ തലവേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സാലഡൊന്നും കഴിക്കാനായിട്ടുള്ളൊരു തോന്നലുണ്ടായില്ല. അപ്പോൾ അവരുടെ മകൾ അവർക്ക് കഞ്ഞി വെച്ചു കൊടുത്തു. സാധാരണ അരി വെച്ചിട്ടുള്ള കഞ്ഞി, അതിൽ വൻപയർ ഇട്ടിട്ടാണ് വെച്ചത്. വൻപയറും അരിയും ചേർന്നിട്ടുള്ള കഞ്ഞിയും അതിൻ്റെ ഒപ്പം ഒരു ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും ഇതുകൂടി കഴിച്ചു. ഇതിൻ്റെ ബാക്കി എന്താ സംഭവിച്ചത് വെച്ചാൽ, രാത്രി ആയപ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ കിടന്നു. കുറേ കഴിഞ്ഞപ്പോഴേക്കും തലവേദന അസഹ്യമായി. 2 മണിയൊക്കെ ആയപ്പോൾ ഇവർ ഛർദ്ദിച്ചു. ഇന്നലെ രാവിലെ ആയപ്പോൾ നല്ല ലൂസ് മോഷൻ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പോൾ അവരെൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുകയാണ്, എന്താണ് ഞാൻ രാത്രിയിൽ ലഘുവായിട്ടുള്ള ഈ കഞ്ഞിയൊക്കെ അല്ലേ കുടിച്ചുള്ളൂ, എന്നിട്ടും എന്താണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് എന്നാണ് അവർ ചോദിച്ചത്. ഇനി ഇത് എന്ത് ചെയ്ത് പരിഹരിക്കാം? കാരണം തലേദിവസം തലവേദനയായിരുന്നു ഉണ്ടായത്. രാത്രിയായപ്പോഴേക്കും അത് വല്ലാതെ അസഹ്യമായി. പാതിരാത്രി 2 മണിക്ക് ഛർദ്ദിച്ചു. രാവിലെ ആയപ്പോൾ പലതവണയായിട്ട് ലൂസ് മോഷനായി പോകുന്നു. എന്താ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഇതൊക്കെ സാധാരണ മനുഷ്യന്മാർക്ക് ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ സാധാരണ ഒരു തലവേദന വരുമ്പോൾ അതെന്തെങ്കിലും മരുന്ന് കഴിച്ച് മാറ്റാൻ നോക്കും. ഒരു ഛർദി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ലൂസ് മോഷൻ വരുമ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മെഡിസിൻ കഴിച്ച് സപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അങ്ങോട്ട് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാനാണ് എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഒരു തലവേദന തുടങ്ങുമ്പോൾ അതെന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ, ചിലപ്പോൾ തലേദിവസം ആഹാരം കൃത്യമായിട്ട് ദഹിക്കാത്തതുകൊണ്ടാവാം, ഉറക്കം ശരിയാവാത്തത് കൊണ്ടാവാം, സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടാവാം, എന്ത് വിഷയം കൊണ്ടും ആയിക്കോട്ടെ, ഒരു തലവേദനയുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കണം, ദഹനം ഇന്ന് കൃത്യമായിട്ട് നടക്കുകയില്ല. ദഹനം കൃത്യമായിട്ട് നടക്കാത്തൊരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം? കാര്യമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കരുത്. അല്ലെങ്കിൽ ദഹനം അത്രയും എളുപ്പത്തിൽ നടത്താവുന്ന തരത്തിലുള്ള എന്തെങ്കിലും പഴച്ചാറുകളോ അല്ലെങ്കിൽ ജലാംശം കൂടുതലുള്ള പഴങ്ങളോ, ഇനി പാനീയങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ആ ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഈ ഒരു രീതിയിൽ നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിന് മുഴുവനായിട്ടും വിശ്രമം നൽകേണ്ടതുണ്ട്. ആർക്ക് എപ്പോൾ ഏത് തരത്തിലുള്ള തലവേദന ഉണ്ടായാലും, തലവേദനയുള്ള സമയത്ത് ദഹനം തീർച്ചയായിട്ടും വളരെ പരിമിതമായിട്ടുള്ള രീതിയിലേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കേസിൽ എന്താ ഉണ്ടായത്? അവർ രാത്രിയായപ്പോൾ കഞ്ഞി, വൻപയർ, മുട്ട പൊരിച്ചത് ഇതെല്ലാം കൂടി കഴിക്കുന്നു. ഇത് കഴിച്ചതോടുകൂടി ദഹനം അങ്ങോട്ട് ബ്ലോക്ക് ആവുന്നു. ശരീരത്തിന് എന്താ ചെയ്യേണ്ടത് എന്നറിയാത്ത തരത്തിലുള്ള വലിയൊരു വിമ്മിഷ്ടത്തിലേക്കാണ് പോകുന്നത്. അതാണ് തലവേദന വല്ലാതെ കൂട്ടി നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന് ശരീരം ഇത് മുഴുവൻ ഛർദ്ദിച്ച് കളയുകയാണ് ഉണ്ടായത്. എന്നാൽ പൂർണ്ണമായിട്ടും ഛർദ്ദിച്ച് കളയാൻ പറ്റില്ല, കാരണം എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് കഴിച്ച ആഹാരത്തെയൊക്കെ ഛർദ്ദിച്ച് കളയുന്നത്. അപ്പോൾ കുറേയൊക്കെയെങ്കിലും ദഹിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ എന്നാലും അത് കൃത്യതയിലല്ല പോയിട്ടുള്ളത്. ശരീരത്തിന് ഈ കഴിച്ച ഒരു ആഹാരത്തെ ഏതെങ്കിലും വിധേന പുറന്തള്ളി തീർക്കണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് പിറ്റേ ദിവസം മുഴുവൻ ലൂസ് മോഷനാക്കി കളഞ്ഞു. അപ്പോൾ ഞാൻ അവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം, ഇന്നത്തെ ഒരു ദിവസം പാനീയങ്ങൾ മാത്രം, അതായത് ഇളനീര് മാത്രമോ അല്ലെങ്കിൽ ചെറുനാരങ്ങ വെള്ളത്തിൽ അല്പം തേനൊക്കെ ചേർത്തിട്ടുള്ള അങ്ങനെയുള്ള പാനീയങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഈ ഒരു ദിവസം മുഴുവനായിട്ടും വിശ്രമിക്കുക. അങ്ങനെ ഒരു വിശ്രമത്തോടു കൂടി ഇന്നലെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രശ്നം അവസാനിച്ചുകൊള്ളൂ. ഇതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതേ രീതി പിന്തുടരണം എന്നും പറഞ്ഞിട്ടുണ്ട്. ദഹനം കൃത്യതയിലല്ല എന്നുള്ളത് നമുക്ക് ഏത് തരത്തിലൊക്കെ മനസ്സിലാക്കാം. നല്ല സ്ട്രെസ് ഉണ്ടെങ്കിൽ ദഹനം കൃത്യതയിലല്ല, നല്ല തലവേദനയുണ്ടെങ്കിൽ, തൊണ്ട സുഖകരമായിട്ടുള്ള അവസ്ഥയിലല്ല, നാക്കിൽ പൊട്ടലുകളുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കണം ദഹനം കൃത്യതയിലല്ല. അപ്പോൾ കഴിക്കുന്ന ആഹാരം വളരെ എളുപ്പം ദഹിക്കാവുന്ന രീതിയിലുള്ളവ മാത്രമാക്കി മാറ്റണം. വളരെ എളുപ്പത്തിൽ ദഹിക്കാവുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണ്? പഴവർഗ്ഗങ്ങൾ, അതിൽ കൂടുതൽ ജലാംശം അധികമായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ഇട്ട് വേവിച്ചിട്ടുള്ള വെജിറ്റബിൾ സൂപ്പുകൾ, തിന്നായിട്ടുള്ള വലിയ തിക്കായിട്ടുള്ള സൂപ്പല്ല, വാട്ടറി ആയിട്ടുള്ള സൂപ്പുകൾ, ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് ഈ ജലദോഷവും തലവേദനയും പനിയും അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഇഷ്യൂസ്, ആസിഡിറ്റി, നെഞ്ചിരിച്ചൽ, പുളിച്ചത് കെട്ടൽ, ഗ്യാസ് ട്രബിൾ, ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ലൈറ്റായിട്ടുള്ള ആഹാരങ്ങളൊന്ന് കഴിച്ച് ഒന്ന് കാത്തിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ 1 ദിവസം 2 ദിവസം കൊണ്ടൊക്കെ ഈ പ്രശ്നം വേരോടെ ഇല്ലാതെയായിക്കോളും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? തൽക്കാലത്തേക്ക് തലവേദന മാറ്റാൻ മരുന്ന് കഴിച്ചു, തൽക്കാലത്തേക്ക് ഛർദിക്ക് മരുന്ന് കഴിച്ചു, തൽക്കാലത്തേക്ക് ലൂസ് മോഷൻ മാറ്റാൻ മരുന്ന് കഴിച്ചു. ഇതെല്ലാം തൽക്കാലത്തേക്ക് മാത്രമേ ആയുള്ളൂ.
ശരീരം എന്താണോ ചെയ്യാനായിട്ട് ശ്രമിച്ചത്, ഒരു സുഖകരമല്ലാത്ത രീതിയിൽ ആഹാരം അകത്ത് കെട്ടിക്കിടക്കുന്നു, അതിനെ പുറന്തള്ളാനായിട്ടുള്ള ശ്രമത്തെയാണ് മരുന്നുകളൊക്കെ കഴിച്ച് പലപ്പോഴും നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ശരീരത്തിന് അധികമായിട്ടുള്ള ഒരു ക്ഷീണമാണ് ഉണ്ടാവുക. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മാറേണ്ട അസുഖം ചിലപ്പോൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കും. അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഇത് നമ്മളിങ്ങനെ മരുന്ന് കഴിച്ച് പോകുമ്പോഴോ സ്ഥിരമായിട്ട് നമ്മളൊരു ഉദരരോഗിയായി മാറിപ്പോവുക പോലും ചെയ്യാം. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. തലവേദനയുണ്ടെങ്കിൽ ആഹാരം വളരെ ലഘുവാക്കുക. കഞ്ഞിയല്ല ലഘുവായിട്ടുള്ള ആഹാരം, പഴച്ചാറുകൾ അല്ലെങ്കിൽ ജലാംശം കൂടുതലുള്ള പഴങ്ങൾ അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള പച്ചക്കറികൾ വേവിച്ചുണ്ടാക്കിയിട്ടുള്ള സൂപ്പുകൾ, ഇത്രയും മാത്രമാക്കണം തലവേദനയുള്ളപ്പോഴത്തെ നമ്മുടെ ഭക്ഷണം. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത്. എല്ലാവരും വളരെ ആരോഗ്യത്തോടെ സന്തോഷമായിട്ടിരിക്കും. താങ്ക് യു.